ഹലോ ഗൈസ്, അപ്പം നമ്മൾ പാത്തുവിൻ്റെ കുട്ടികാകൻ്റെ നിക്കാഹാണ്. ആൻഡ് നിക്കാഹിൻ്റെ തലേന്നാണ് നമ്മളെല്ലാവരും കാസർഗോഡ്ക്ക് പോവാണ്. ഞാൻ തലശ്ശേരിയിൽ നിന്ന് കയറിയതുകൊണ്ട് ഇക്ക് വേറെ സ്ഥലവും എല്ലാവരും വേറെ സ്ഥലത്ത് വരുന്നു. ആൻഡ് അങ്ങനെ എല്ലാവരെയും കണ്ടുമുട്ടി നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് നേരെ ബസ് കയറി ബദിയടുക്കേക്ക് പോവാണ്. എൻ്റെ ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ ഭയങ്കര റെയർ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കണത്. നായിക്കപ്പ്, സൂരമ്പയിൽ അങ്ങനെ കുറേ സ്ഥലമുണ്ട്. പിന്നെ ദീദി വിളിക്കാൻ വന്ന് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെ കണ്ണാടി ഇവിടെ കണ്ടാലും ഫിച്ചക്ക് നിർബന്ധമാണ്. ആൻഡ് ഇനി ഒരു ട്രാൻസിഷനാണ്. വാവ്, കറക്റ്റായി നമ്മളെല്ലാവരും കൂടെ പാർട്ടി പരിപാടിക്ക് പോകണവർ റെഡൊക്കെ ഇട്ടിട്ടാണ്. ആൻഡ് പിന്നെ നമ്മളായിട്ടുള്ള കുറേ കൊപ്പറങ്ങളൊക്കെ കാണിച്ച് പാത്തുനെ കണ്ട്. ആൻഡ് ആക്ച്വലി ഷീ ലുക്സ് വെരി പ്രിറ്റി. അത് തന്നെ സമയത്ത് നമുക്ക് കാസർഗോഡുള്ള നല്ല പയമ്പരും പിന്നെ എന്തൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നത്. ആൻഡ് ആക്ച്വലി അത് നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ആയിരുന്നു, കാരണം കറണ്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ വൈബൊക്കെ അടിച്ചിരുന്ന്. ആൻഡ് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലപോലെ എല്ലാവരും എൻജോയ് ചെയ്ത ദിവസം. എന്തൊക്കെ കളിച്ചുകൂട്ടി നമുക്കും അല്ലെങ്കിൽ നമ്മളെന്താ കാണിക്കണമെന്ന് ഓർക്കൊന്നും അറിയില്ലേനു. ആൻഡ് ദിസ് ഇസ് പാത്തു ആ ബ്യൂട്ടിഫുൾ ബ്രൈഡ്. പിന്നെ ഈ കാണുന്നത് പാത്തുൻ്റെ ദീദിൻ്റെ മോനാണ്. ആൻഡ് ഓനാ വൈക്ക് പോണ വൈക്ക് എങ്ങാനും അവിടെ കൊണ്ടേ ഇരുത്തിയതാണ്. ചെങ്ങായി വിചാരിക്കേണ്ടത് ഏത് ഇവളൊക്കെ എന്നുള്ള മൈൻഡിലായിരുന്നു കുറേ നേരം നമ്മളെല്ലാവരും നോക്കിയത്. പിന്നെ ഈ ഒരു കളർ കൂടെ നമ്മൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ പിള്ളേർ പൂത്തിരിക്ക് എത്തിക്കുന്നുണ്ടപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കയ്യും കാലം പിടിച്ചപ്പോൾ ചെക്കന്മാരൊക്കെ 2-3 തന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഫോട്ടോ കിട്ടണമെങ്കിൽ ക്യാൻഡിഡായിട്ട് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചിരിച്ചുകൊണ്ട് എടുത്ത വീഡിയോ ആണ് ഇത്. പിന്നെ നമ്മൾ കാസർഗോഡ് എടുത്ത നല്ലൊരു ബിരിയാണി കഴിച്ചു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി.